ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ക്ലാസ് 10 ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഫുള്ള്, പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല, കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നെ നമുക്ക് പ്രോബ്ലം അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ and adding a fixed number repeatedly is called an arithmetic sequence. അതായത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സീക്വൻസ്, അതിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. നമ്മുടെ ഈവൺ നമ്പർ 2, 4, 6 എക്സെട്ര, അതേപോലെ ഓഡ് നമ്പർ, വേറൊരു സീക്വൻസ് എഴുതിയാൽ ഓക്കെ, ഇതൊക്കെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു AP ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്ന പോലെ തന്നെ ഒരു ഫിക്സഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ഇവിടെ 2 + 2 ആണ് 4, 4 + 2 ആണ് 6, അതായത് +2 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണിത്. അതേപോലെ തന്നെ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണ് നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടുന്നത്. ഇവിടെയോ 10 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസുകളെയാണ് നമ്മൾ എന്തു പറയണത്, അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതും അല്ലെങ്കിൽ AP എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു APയിൽ നമുക്ക് 2-3 സംഗതികൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സീക്വൻസ് എടുത്താൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് നമ്പർ ഉണ്ടല്ലോ, ഇതിനെയാണ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ A, സ്മോൾ ലെറ്റർ A കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ A എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം. ഒരു APയുടെ ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആ ആദ്യം കാണിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നമ്പറാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതെന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ല ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ടാണ് അടുത്ത നമ്പർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ D കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം, അതല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിക്സഡ് നമ്പർ അല്ലെങ്കിൽ അടുത്തടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? പിന്നെ ചില സീക്വൻസിൽ നമുക്ക് എക്സെട്ര കഴിഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് ഒരു ടൈം കൂടെ തരും, അതിനെ ലാസ്റ്റ് ടൈം നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഒരു AP എടുത്താൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ആദ്യപദം ഉണ്ടാവും, ഒരു കോമൺ ഡിഫറൻസും ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് പറയേണ്ടത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സീക്വൻസ് എഴുതാം. 1, 11, 21. വേറൊരു സീക്വൻസ് എഴുതിയാൽ 1, 6, 11, 16 എക്സെട്ര. ഓക്കെ, 2 സീക്വൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ത് വരും? 10 വരും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ത് വരും? 5 വരും. ഓക്കെ, ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ 2 കോമൺ ഡിഫറൻസ് ഉള്ള 2 സീക്വൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടൈം എടുത്താൽ ഈ 1ൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടൈം കിട്ടും. ഈ 1ൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുന്നത്. മനസ്സിലായോ? 1ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. 1ൻ്റെ കൂടെ 20, അതായത് 10 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുക. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു അതിൻ്റെ 1 കൂടുതലുള്ള ടേമാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ 1, അതായത് ഫസ്റ്റ് ടൈം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ 10 ടൈംസ് ആണ് കോമൺ ഡിഫറൻസ്, അതായത് 10 പ്രാവശ്യം
കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഏത് ടേം ആയിരിക്കും? 11ാമത്തെ ടേം ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അതായത് നമ്മൾ ഫസ്റ്റ് ടേം എടുത്തിട്ട് എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നു, ആ എണ്ണത്തിൻ്റെ നെക്സ്റ്റ് ടേം ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം തേർഡ് ടേം എന്ന് പറയുന്നത് 37 എന്ന് പറഞ്ഞ് തന്നു. സെവൻത് ടേം എന്ന് പറയുന്നത് 73 എന്ന് തന്നു. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ തേർഡ് ടേം നമുക്ക് 37 എന്ന് പറഞ്ഞെടുത്തു, സെവൻത് ടേം നമ്മൾ 73 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്ത് എഴുതാം. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ എഴുതാം. തേർഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് 37 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, സെവൻത് ടേം എന്ന് പറയുന്നത് നമുക്ക് 73 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, നമ്മളിത് സീക്വൻസ് ആയിട്ട് എഴുതിയാൽ ഇവിടെ ഒരു ടേം വരും, ഇവിടെ ഒരു ടേം വരും. ഈ മൂന്നാമത്തെ ടേമാണ് 37. പിന്നെ ഒരെണ്ണം വരും, പിന്നെ സെവൻത് ടൈം എന്ന് പറയുന്നത് 73. ഇതാണല്ലോ ആ സീക്വൻസ്. 1, 2, മൂന്നാമത്തെ ടൈമും തന്നിട്ടുണ്ട്, 7ാമത്തെ ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്താലാണ് നമ്മൾ ഇപ്പം 37 കിട്ടണമെങ്കിൽ ആദ്യത്തെ ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം ആഡ് ചെയ്താലാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 37 തന്നിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പം ഈ ടൈം കിട്ടും, 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പം ഈ ടൈം കിട്ടും, 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പം ഈ ടൈം കിട്ടും, 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പം 73 എന്നുള്ള ടൈം കിട്ടും. അതായത് തേർഡ് ടൈമിൻ്റെ കൂടെ 4 പ്രാവശ്യം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെവൻത് ടൈം കിട്ടും. ഓക്കെ, അപ്പം ഈ 4 എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ടൈം തന്നിട്ടുണ്ടെങ്കിൽ 7 - 3 ചെയ്താൽ മതിയല്ലോ. അതായത് തേർഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, സെവൻത് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഈ തേർഡ് ടൈമിൻ്റെ കൂടെ 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെവൻത് ടൈം കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം 7 - 3 എന്ന് പറയുന്നത്, അതായത് സെവൻത് ടൈമിൽ നിന്ന് തേർഡ് ടൈം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് തേർഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ഈ തേർഡ് ടൈമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ ഇത് കിട്ടും, 2 പ്രാവശ്യം ആഡ് ചെയ്താൽ ഇത് കിട്ടും, 3 പ്രാവശ്യം ആഡ് ചെയ്താൽ ഇത് കിട്ടും, 4 പ്രാവശ്യം ആഡ് ചെയ്താൽ ഇത് കിട്ടും. അതായത് തേർഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 37 ആണ് അല്ലേ? ഇതിൻ്റെ കൂടെ 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസിൻ്റെ 4 ടൈംസ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 73. മനസ്സിലായോ? അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ഇതിൽ നിന്നും 4D എന്ന് പറയുന്നത് എന്ത് വരും? 73 - 37. അതെത്ര കിട്ടും? 36. ഓക്കെ, D എന്ന് പറയുമ്പോൾ 36 ഡിവൈഡ് ബൈ 4 = 9. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 9 കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ 37ൻ്റെ കൂടെ 4 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് 73 കിട്ടുന്നത്. അതായത് 37ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 73 കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് D എന്ത് വന്നു? നമുക്ക് 9 എന്ന് പറഞ്ഞു കിട്ടി. അതായത് ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ടേംസും അറിയാമെങ്കിൽ, അതിൻ്റെ പൊസിഷനും അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഡിഫറൻസ് ഓഫ്
terms divided by difference of their position. മനസ്സിലായോ? അതായത് നമ്മളൊരു ഇക്വേഷൻ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് രണ്ട് ടേംസും അതിൻ്റെ പൊസിഷനും അറിയാമെങ്കിൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദെയർ പൊസിഷൻ. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ 73 മൈനസ് 37 ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ 7 മൈനസ് 3, അതായത് 36/4 ഈക്വൽ ടു 9. ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? അതായത് ഒരു ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ രണ്ട് ടേമും അതിൻ്റെ പൊസിഷനും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആ സീക്വൻസ് ഫുള്ളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൽ രണ്ട് ഇക്വേഷൻസ് ആണ് പറയുന്നത്. ആ ഒരു രണ്ട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പിന്നെ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഫുള്ള് കവർ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത വരുന്ന ഒരു ഇക്വേഷൻ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ nth ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. nth ടൈം an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. an എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് nth ടൈം, ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു nth ടൈം ഏതാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഇതിൻ്റെ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു ഓൾജിബ്രാക് എക്സ്പ്രഷനാണിത്. എ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇതാണ് ഒരു ഇക്വേഷൻ. പിന്നെ അടുത്ത ഒരു ഇക്വേഷൻ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതാണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്നും എയും ഡിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. എസ് എൻ എന്ന് പറയുന്നത് സം ആണ്. വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു എ പ്ലസ് an. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് സം കണ്ടുപിടിക്കാൻ. അതായത് ഈ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമും ഈ an എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈമുമാണ്. ഒരു സീക്വൻസ് തന്നിട്ട് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ടെങ്കിൽ സം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നതാണ് en/2. അപ്പോൾ ഇതാണ് അതിൻ്റെ 3 ഇക്വേഷൻ എന്ന് പറയുന്നത്. nth ടൈം കണ്ടുപിടിക്കാൻ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സം കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയും n/2 ഇൻറ്റു a പ്ലസ് an. അങ്ങനെ 3 ഇക്വേഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അരിത്മെറ്റിക് സീക്വൻസിൽ നമുക്ക് ഓർത്തിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കണ്ടൻറ്റുകളും പറഞ്ഞു കഴിഞ്ഞു. പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.